എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും കാലം പറഞ്ഞ കഥകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ തേവലശ്ശേരി നമ്പിയുടെ കഥയുടെ 3-ാം ഭാഗമാണ്. 1-2 ഭാഗങ്ങൾ കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ദയവായി കഥയുടെ 1-2 ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ ഭാഗം കാണുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഇങ്ങനെ ഓരോരുത്തർ ഓരോന്നു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്പി വന്നുചേർന്നു. ഉടനെ അദ്ദേഹം ഭഗവതിയുടെ പൂജ ആരംഭിച്ചു. അപ്പോഴേക്കും നമ്പിയുടെ മന്ത്രവാദം കാണാനായി അസംഖ്യം ആളുകൾ അവിടെ വന്നുകൂടി. അക്കൂട്ടത്തിൽ ഉഷകാരാവുത്തരുമുണ്ടായിരുന്നു. പിണിയാൾ തുള്ളാതിരിക്കുന്നതിനും തുള്ളിയാലും ബാധ ഒഴിയാതിരിക്കുന്നതിനുമായി ചില പ്രയോഗങ്ങൾ രാവുത്തർ മുമ്പേ തന്നെ ചെയ്തിരുന്നു. കൂടാതെ അപ്പോഴും ചിലതൊക്കെ കൂടി ചെയ്തിട്ടാണ് അക്കൂട്ടത്തിൽ വന്നുകൂടിയത്. പൂജ കഴിഞ്ഞപ്പോൾ പിണിയാളെ കൊണ്ടുവന്ന് ചക്രത്തിലിരുത്തി. നമ്പി ഉടനെ പൂജയ്ക്ക് പുഷ്പാഞ്ജലി ചെയ്തതിൽ നിന്നു കുറെ പൂവും അക്ഷതവും, അതായത് നെല്ലുമരിയും കൂടിയെടുത്തു ജപിച്ചു പിണിയാളുടെ ശിരസ്സിലിട്ടു. നമ്പി പൂവും അക്ഷതവും ജപിച്ചിട്ടാൽ ഏതു ബാധയും ഉടനെ തുള്ളുകയാണ് പതിവ്. എങ്കിലും ഈ പിണിയാൾ തുള്ളിയില്ല. അപ്പോൾ തന്നെ അതിന്റെ കാരണം ഏകദേശം ഊഹിച്ചുകൊണ്ട് നമ്പി, ഈ കൂട്ടത്തിൽ മന്ത്രവാദിയായിട്ടാരെങ്കിലുമുണ്ടോ എന്നു വിളിച്ചു ചോദിച്ചു. അപ്പോൾ അക്കൂട്ടത്തിൽ നിന്നും ഒരാൾ ഇല്ല എന്നുത്തരം പറഞ്ഞു. അതു രാവുത്തരായിരുന്നു. ആ ആൾ ഇന്നാരാണെന്ന് വ്യക്തമായിട്ടറിഞ്ഞില്ലെങ്കിലും ഈ പറഞ്ഞ ആളാണ് തന്റെ പ്രതിയോഗി എന്ന് ആ ശബ്ദം കൊണ്ട് തീർച്ചപ്പെടുത്തി. അതിനുശേഷം നമ്പി, ഒടുക്കം നിങ്ങളൊരു മന്ത്രവാദിയാണെന്ന് വന്നേക്കാം എന്നു പറഞ്ഞു. അദ്ദേഹം ഒരു കഷണം ഓലയെടുത്ത് അതിൽ ഒരു മന്ത്രം എഴുതുകയും അത് ശകലമായി കീറി മേൽപോട്ടെറിയുകയും ചെയ്തു. അപ്പോൾ അവിടെ അടുത്തുനിന്നിരുന്ന കരിമ്പനയുടെ ചുവട്ടിൽ കിടന്നിരുന്ന വള്ളി തുള്ളിത്തുള്ളി കരിമ്പനയുടെ അഗ്രഭാഗം വരെ കയറുകയും ഉടനെ പന പൊട്ടിക്കീറി ഇഞ്ചനാരുപോലെയായി നിലത്തു വീഴുകയും ചെയ്തു. ആ വള്ളി നമ്പിയെ അകപ്പെടുത്താനായി രാവുത്തർ എന്തോ പ്രയോഗം ഒപ്പിച്ച് ഇട്ടിരുന്നതായിരുന്നു എന്നു വിശേഷിച്ചു പറയണമെന്നില്ലല്ലോ. ഇത്രയും കഴിഞ്ഞപ്പോൾ രാവുത്തർ അവിടെ നിന്ന് പോയിക്കളഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ നമ്പിയുടെ വയർ വല്ലാതെ വീർത്തു തുടങ്ങി. അതു വർദ്ധിച്ച് അദ്ദേഹം ഇരിക്കാനും ശ്വാസോച്ഛ്വാസം ചെയ്യാനും വയ്യാതെ ഏറ്റവും വിവശനായിത്തീർന്നു. ഉടനെ നമ്പി ഒരു നാരായം എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആ നാരായം ജപിച്ച് ഒരു വാഴയിന്മേൽ ഒരു കുത്തുകൊടുത്തു. നാരായം കൊണ്ട് ദ്വാരത്തിലൂടെ ഉടനെ വെള്ളം പ്രവഹിച്ചു തുടങ്ങി. അങ്ങനെ കുറെ വെള്ളം വാഴയിൽ നിന്ന് പോയപ്പോൾ നമ്പിയുടെ വയറൊട്ടുകയും അദ്ദേഹം യഥാപൂർവം സ്വസ്ഥശരീരനായിത്തീരുകയും ചെയ്തു. നമ്പിക്ക് ഈ അസ്വാസ്ഥ്യമുണ്ടായിത്തീർന്നതും രാവുത്തരുടെ ദുഷ്പ്രയോഗം കൊണ്ടാണെന്നുള്ളത് സ്പഷ്ടമാണല്ലോ. നമ്പിയെ അകപ്പെടുത്താനും അപമാനിച്ചേക്കാനുമായി രാവുത്തർ ഇങ്ങനെ പലതും പ്രയോഗിച്ചു നോക്കി. നമ്പി ഉടനുടൻ പ്രതിവിധികൾ ചെയ്തുകൊണ്ടിരുന്നതിനാൽ അദ്ദേഹത്തിന് ഒന്നും പറ്റിയില്ല. തന്റെ വിദ്യകളൊന്നും നമ്പിയുടെ അടുക്കൽ ഫലിക്കയില്ലെന്നു തീർച്ചയായപ്പോൾ രാവുത്തർ പിന്നെയും ജനക്കൂട്ടത്തിൽ വന്നുനിന്നു. അപ്പോൾ രാവുത്തരെ ഒന്നു പറ്റിക്കണമെന്നും ആളെ അറിയിക്കാതെ ഒളിച്ചുവന്നു നിൽക്കുന്ന അയാളെ കൊണ്ടുതന്നെ അയാളുടെ പേര് വിളിച്ചു പറയിക്കണമെന്നും നിശ്ചയിച്ച് നമ്പി കുറച്ചു ഭസ്മമെടുത്ത് ജപിച്ച് ആൾക്കൂട്ടത്തിലേക്ക് ഊതിപ്പറപ്പിച്ചു. ആ ഭസ്മം ആരുടെയെല്ലാം ദേഹത്തിൽ പതിച്ചുവോ അവരൊക്കെ ഉടനെ തുള്ളിത്തുടങ്ങി. ആ കൂട്ടത്തിൽ രാവുത്തരും ഉണ്ടായിരുന്നു. ആ തുള്ളലിനിടയ്ക്ക് നമ്പി ഗന്ധർവന്റെ കളത്തിങ്കലും ഒരു പൂജം ഉണ്ടായിരുന്ന കഴിച്ചു. രാവുത്തരുടെ തുള്ളൽ മുറുകിയപ്പോഴേക്കും മറ്റുള്ളവരുടെ തുള്ളലെല്ലാകെ ശമിച്ചു. വലിയ തടിയനും കുടവയറനുമായിരുന്ന രാവുത്തർ 2-3 നാഴിക നേരം ചാടിത്തുള്ളിയപ്പോഴേക്കും വിയർത്തൊലിച്ച് ഏറ്റവും പരവശനായിത്തീർന്നു. ഒരു നിവൃത്തിയുമില്ലെന്നായപ്പോൾ രാവുത്തർ, അയ്യോ എന്നെ രക്ഷിക്കണേ, ഞാൻ ഉഷകാരാവുത്തരാണെ, അങ്ങയുടെ യോഗ്യത അറിയാതെയും എന്റെ അഹമ്മതിയും കഥയില്ലായികയും കൊണ്ടും അങ്ങയുടെ മന്ത്രവാദം ഫലിക്കാതെയും പിണിയാൾ തുള്ളാതിരിക്കുന്നതിനും അങ്ങയ്ക്കു ജീവഹാനി സംഭവിക്കുന്നതിനും ഞാൻ ചിലതൊക്കെ ചെയ്തുപോയി. അവയെല്ലാം വിഫലീഭവിക്കുകയും ചെയ്തു. എന്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് അവിടുന്ന് സദയം രക്ഷിക്കണം. ഇനിയും എന്നെ ഇങ്ങനെ തുള്ളിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വീണു മരിച്ചുപോകും. ഇനി ഞാൻ ഒരു കാലത്തും ഒരിടത്തും മന്ത്രവാദ സംബന്ധമായി യാതൊന്നും ചെയ്യുകയില്ലെന്നു സത്യം ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. എന്നാലും എന്നെ കൊല്ലാതെ വിട്ടേക്കണമേ എന്നു വിളിച്ചു പറഞ്ഞു. അതു കേട്ട് നമ്പി, ഉഷകാരാവുത്തരോ, എന്നാൽ ഇവിടെ അടുത്തുവരാമല്ലോ എന്നു പറഞ്ഞു. ഉടനെ രാവുത്തരുടെ തുള്ളൽ നിന്നു. അടുത്തു ചെന്നപ്പോൾ നമ്പി പറഞ്ഞു, രാവുത്തർ അവിടെ ഇരിക്കുക. ഉഷകാരാവുത്തരെന്ന് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നു കാണാനുള്ള ഭാഗ്യവും സിദ്ധിച്ചുവല്ലോ. വളരെ സന്തോഷമായി. രാവുത്തർ ഇവിടെയുള്ള സ്ഥിതിക്ക് ഈ ഗന്ധർവനെ ഒഴിക്കാൻ രാവുത്തർ തന്നെ വേണം എന്നു വീണ്ടും പറഞ്ഞു.
ഇതു കേട്ടിട്ട് ഇരിക്കാതെ വന്ദിച്ചുകൊണ്ട് രാവുത്തർ പറഞ്ഞു, അവിടുന്ന് ഇനിയും എന്നെ അപമാനിക്കാൻ തുടങ്ങുന്നത് സങ്കടമാണ്. ഞാൻ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചിട്ട് ഒഴിയാത്ത ഈ ഗന്ധർവനെ ഒഴിക്കാൻ ഞാൻ ശക്തനല്ല. എന്നു മാത്രമല്ല, ഇത് ഒരിക്കലും ഒഴിയാതെയിരിക്കാൻ ഞാൻ ചിലതൊക്കെ ചെയ്തു പോയിട്ടുമുണ്ട്. അതു കേട്ട് നമ്പി പറഞ്ഞു, അതു സാരമില്ല. അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു പരിഹാരം ചെയ്താൽ മതിയല്ലോ. രാവുത്തർ പറഞ്ഞു, പരിഹാരമില്ലാത്ത പ്രവൃത്തികളാണ് ഞാൻ ചെയ്തു പോയിട്ടുള്ളത്. ഉടനെ നമ്പി പറഞ്ഞു, പരിഹാരമില്ലാത്ത പ്രവൃത്തി ഒന്നുമില്ല. രാവുത്തർ പറഞ്ഞു, അവിടുന്ന് വിചാരിച്ചാൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകും. എനിക്ക് അവിടുത്തെ പോലെ പഠിത്തവും പരിചയവും പാരമ്പര്യവുമില്ല. നിത്യവൃത്തിക്കു ഗതിയില്ലാതെ ഞാൻ കാടുകയറി നടന്നപ്പോൾ ഒരാളിൽ നിന്ന് ഒരു ഗ്രന്ഥം കിട്ടാനിടയായി. അതിൽ നോക്കി ഞാൻ ചിലതൊക്കെ പ്രയോഗിക്കുകയും ചിലതൊക്കെ ഫലിക്കുകയും തന്നിമിത്തം ദൈവഗത്യ പേരു കിട്ടുകയും ചെയ്തു. എന്നല്ലാതെ എനിക്ക് വാസ്തവത്തിൽ വലിയ പഠിപ്പൊന്നുമില്ല. ഉടനെ നമ്പി, അതൊന്നുമല്ല. രാവുത്തരെക്കുറിച്ച് ഞാൻ നല്ലപോലെ കേട്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. രാവുത്തർ ഒരു ഒന്നാന്തരം മന്ത്രവാദിയാണെന്ന് എനിക്കറിയാം. ഇതാ ഈ പൂവ് ആ പിണിയാളുടെ ശിരസിലിടുക എന്നു പറഞ്ഞ് നമ്പി ഗന്ധർവ്വനു പൂജിച്ച പൂവ് കുറച്ചെടുത്തു രാവുത്തരുടെ കയ്യിൽ കൊടുത്തു. രാവുത്തർ അത് വാങ്ങി പിണിയാളുടെ ശിരസിലിട്ടു. പിണിയാൾ തുള്ളിത്തുടങ്ങി. നമ്പിയുടെ ആജ്ഞാപ്രകാരം രാവുത്തർ പിണിയാളെ കൊണ്ടു പൊന്നും വിളക്കും പിടിപ്പിച്ചു സത്യം ചെയ്യിച്ചു. ഗന്ധർവൻ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ആ വീട്ടുകാർ പണമായും പണ്ടങ്ങളായും നമ്പിക്കു വളരെ സമ്മാനങ്ങൾ കൊടുത്തു. നമ്പി അവയെല്ലാം കയ്യിൽ വാങ്ങിയിട്ട് പറഞ്ഞു, വാസ്തവത്തിൽ ഒടുവിൽ ഗന്ധർവനെ ഒഴിപ്പിച്ചതു രാവുത്തരാകുകയാൽ ഇവക്കൊക്കെ അർഹൻ രാവുത്തരാണ് എന്ന് പറഞ്ഞ് അവയെല്ലാം രാവുത്തർക്കു കൊടുത്തു. രാവുത്തർ അവ വാങ്ങാൻ വളരെ മടിച്ചു. ഒടുക്കം നമ്പിയുടെ നിർബന്ധം കൊണ്ട് മനസ്സില്ലാമനസ്സോടെ അവയെല്ലാം രാവുത്തർ വാങ്ങി. എങ്കിലും എന്നെങ്കിലും നമ്പിയെ അകപ്പെടുത്തണമെന്നു തന്നെയായിരുന്നു പിന്നെയും അയാളുടെ വിചാരം. മന്ത്രവാദമെല്ലാം കഴിഞ്ഞയുടനെ നമ്പി സ്വദേശത്തേക്കു പുറപ്പെട്ടു. നമ്പി ഒരിക്കലും വാലിയക്കാരെ കൊണ്ടുനടക്കാറില്ല. വാലിയക്കാർക്കു പകരം അദ്ദേഹം ചില സേവാമൂർത്തികളെയാണ് ഉപയോഗപ്പെടുത്തുക പതിവ്. ഈ യാത്രയും അങ്ങനെ തന്നെയായിരുന്നു. രാത്രിയായിരുന്നതിനാൽ ചില മൂർത്തികൾ വിളക്കുമായി മുൻപേ നടന്നു. പിന്നാലെ നമ്പിയും പോയി. നമ്പി ചെങ്കോട്ട, തെങ്കാശി മുതലായ കിഴക്കൻ ദിക്കുകളിലേക്കു പോവുകയും മടങ്ങിവരുകയും ചെയ്യുന്നത് അച്ചൻകോവിൽ വഴിക്കാണ് പതിവ്. അതിനാൽ ഈ പ്രാവശ്യവും ആ വഴിക്കു തന്നെയാണ് പോയത്. രാത്രി ഏകദേശം 1 മണിയായപ്പോൾ അദ്ദേഹം അച്ചൻകോവിലിനു സ്വൽപ്പം കിഴക്കു വന്നു. ആ സമയത്തു കറുത്തു തടിച്ചു കൂറ്റനായ ഒരു പാണ്ടിപ്പിള്ള കാട്ടിൽ നിന്ന് ഇറങ്ങിവന്ന്, ഈ അസമയത്ത് ഇതിലേ കടന്നുപോകുന്ന താരാണ് എന്ന് ചോദിച്ചു. നമ്പി മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ആ പാണ്ടിപ്പിള്ള, ഓഹോ, മനസ്സിലായി. അച്ചൻകോവിലിലയപ്പനെ ജയിച്ചു റാന്നി കർത്താവിന്റെ കുഴികളിൽ ആനകളെ വീഴിച്ചുകൊടുത്ത ആളാണ് അല്ലേ? കർത്താവിനെ അയ്യപ്പൻ കാട്ടുനാക്കൾ പിടിച്ചുകൊണ്ടുപോയി. ഇത് അയ്യപ്പന്റെ കാട്ടുനാക്കൾ ധാരാളമുള്ള ദിക്കാണ്, സൂക്ഷിച്ചു നടക്കണം എന്നു വീണ്ടും പറഞ്ഞു. അതിനും നമ്പി മറുപടി യാതൊന്നും പറഞ്ഞില്ല. എങ്കിലും നമ്പി അയാളുടെ നേരെ തിരിഞ്ഞുനിന്ന് ഒരാകർഷണവും ബന്ധനവും ഒരുമിച്ചു കഴിച്ചുകൊണ്ടു പിന്നെയും നടന്നു തുടങ്ങി. നമ്പിയുടെ പിന്നാലെ പിള്ളയും നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ, ഹേ, അങ്ങെന്തിനാണ് എന്റെ കഴുത്തിൽ കയറിട്ടുകെട്ടി വലിച്ചുകൊണ്ടു പോകുന്നത്? എന്നെ വിട്ടേക്കണം. ഞാൻ അച്ചൻകോവിൽ അമ്പലത്തിൽ വിളക്കുവെപ്പുകാരനാണ്. ഭൈരവൻ പിള്ള എന്നാണ് എന്റെ പേര്. എന്നെ വിട്ടേച്ചില്ലെങ്കിൽ ഞാൻ പോകും. ഉടനെ നമ്പി പറഞ്ഞു, പോകാനായി നിങ്ങൾ പല വിദ്യകൾ പ്രയോഗിച്ചു നോക്കിയല്ലോ. എന്നിട്ട് എന്താ പോകാഞ്ഞത്? ഇനി ചിലതൊക്കെ കൂടി വിചാരിച്ചിട്ടുണ്ടല്ലോ. അവ കൂടിക്കഴിയട്ടെ. ഞാൻ നിങ്ങളുടെ കഴുത്തിൽ കയറിട്ട് കെട്ടിവലിക്കുന്നില്ല. ഭൈരവൻ പിള്ള പറഞ്ഞു, അങ്ങേക്കു കെട്ടിവലിക്കാൻ കയറും മറ്റും വേണമെന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി നടന്നപ്പോൾ അസംഖ്യം വ്യാഘ്രങ്ങൾ വഴിയിൽ നിരന്നു നിൽക്കുന്നതായി കണ്ടു. ഇവയോട് നമ്പി മടങ്ങും. അപ്പോൾ തനിക്കു പോകാൻ മാർഗമുണ്ടാകുമെന്നു ഭൈരവൻ പിള്ളയും ഇവയെ കൂടി കൊണ്ടുപോകണമെന്നു നമ്പിയും നിശ്ചയിച്ചു. വ്യാഘ്രങ്ങളെ കണ്ടിട്ട് നമ്പിക്കു ഭയവും കൂസലുമുണ്ടായില്ല. അദ്ദേഹം അവയുടെ അടുക്കൽ കൂടി കടന്നുപോയി. നമ്പിയെ കണ്ട ക്ഷണത്തിൽ ഒരു വലിയ കടുവ കാട്ടിലേക്ക് ഓടിപ്പോയി. ശേഷമുണ്ടായിരുന്നവ നമ്പിയുടെ പിന്നാലെ നടന്നു തുടങ്ങി. അവയുടെ പിന്നാലെ ഭൈരവൻ പിള്ളയും നടന്നു. അടുത്ത ദിവസം സന്ധ്യയ്ക്ക് മുമ്പായി നമ്പി വ്യാഘ്രങ്ങളോടും ഭൈരവൻ പിള്ളയോടും കൂടി റാന്നിയിൽ കർത്താവിന്റെ ഗൃഹത്തിലെത്തി. അപ്പോൾ അവിടെയുണ്ടായിരുന്നവരെല്ലാം കടുവ പിടിച്ചുകൊണ്ടുപോയ കാരണവരുടെ പുല ആചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയുണ്ടായിരുന്ന കർത്താക്കന്മാർ കാരണവരുടെ മരണവൃത്താന്തം വിവരിച്ചു നമ്പിയോട് പറഞ്ഞുകൊണ്ടിരുന്ന അവസരത്തിൽ
മുമ്പു നമ്പിയെ കണ്ട ക്ഷണത്തിൽ കാട്ടിലേക്കു കയറിപ്പോയ കടുവയുടെ കഴുത്തിൽ കയറി. കാരണവർ കർത്താവും അവിടെ എത്തി. അപ്പോൾ അവിടെ മുൻപേ വന്നു നിന്നിരുന്ന കടുവകളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയി. അത് നമ്പി അവയെ ഉച്ചാടനം ചെയ്തിട്ടായിരുന്നു. ഇവയെല്ലാം കണ്ട് അവിടെയുണ്ടായിരുന്നവരെല്ലാം ഭയാത്ഭുതപരവശന്മാരായി തീർന്നു. ആ സമയത്തും ഭൈരവൻപിള്ള നമ്പിയോട് ഇനിയെങ്കിലും എന്നെക്കൂടെ വിട്ടേക്കണേ എന്നപേക്ഷിച്ചു. അതിനു മറുപടിയായി നമ്പി, എന്റെ മനസ്സോടുകൂടി ഇപ്പോൾ ഞാൻ നിങ്ങളെ വിട്ടേക്കുകയില്ല, പോകാമെങ്കിൽ പോയിക്കൊള്ളണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കാരണവൻ കർത്താവ് ഭൈരവൻപിള്ളയെ കണ്ടിട്ട്, എന്നെ കടുവ പിടിച്ചു കാട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരുന്നപ്പോൾ എനിക്കു ഭക്ഷണവും മറ്റും തന്ന് എന്നെ രക്ഷിച്ചത് ഈ ഭൈരവൻപിള്ള തന്നെയാണല്ലോ. ഇദ്ദേഹം ഈ കടുവാക്കൂട്ടത്തിന്റെ ഒരു മേലാവാണ് എന്നു പറഞ്ഞു. യൂതത്തലവനായ ആ വലിയ കടുവ ഭൈരവൻപിള്ളയുടെ പാദങ്ങളെ നക്കുകയും നമസ്കരിക്കുകയും മറ്റും ചെയ്ത് അദ്ദേഹത്തെ അസാമാന്യമായി ബഹുമാനിക്കുന്നതും അപ്പോൾ എല്ലാവരും കണ്ടു. അനന്തരം നമ്പി കർത്താവിനോട്, ഇനി ഈയാണ്ടിൽ ആനകളെ പിടിക്കാൻ ശ്രമിക്കേണ്ട, 4-ാമത്തെ കുഴിയിൽ വീണുകിട്ടിയ ആ കൊമ്പനെ അച്ചൻകോവിൽ ശാസ്താവിനു വഴിപാടായി അയച്ചു കൊടുത്തേക്കണം. ഞാൻ ഇപ്പോൾ തന്നെ പോകുന്നു എന്നു പറഞ്ഞ് യാത്രയായി. ഇപ്പോൾ തന്നെ പോകുന്നത് വലിയ സങ്കടമാണ്. 2 ദിവസമെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി എന്നും മറ്റും കർത്താക്കന്മാർ ലൗകികം പറഞ്ഞു. എങ്കിലും നമ്പി അതൊന്നും അനുവദിച്ചില്ല. അദ്ദേഹം ഭൈരവൻപിള്ളയെ ആ വലിയ കടുവായുടെ കഴുത്തിൽ കയറി ഇരുത്തുകയും പിൻഭാഗത്തു താനും കയറിയിരിക്കുകയും ചെയ്തിട്ട്, സന്ധ്യാവന്ദനത്തിന് അമാന്തം വരാത്ത വിധത്തിൽ ചെങ്ങന്നൂരെത്തിക്കണം എന്നു കടുവായോട് പറഞ്ഞു. ഉടനെ കടുവ യാത്രയാവുകയും നിശ്ചിത സമയത്തിനു മുൻപേ തന്നെ ചെങ്ങന്നൂരെത്തുകയും ചെയ്തു. അനന്തരം നമ്പി ഒരു മണിയെടുത്തു ജപിച്ചു കടുവായുടെ കഴുത്തിൽ കെട്ടിയിട്ട്, നിനക്ക് ഞാൻ മണികണ്ഠൻ എന്നു പേരിട്ടിരിക്കുന്നു. ഇനിയും ഞാൻ വിചാരിക്കുന്ന സമയം എന്റെ അടുക്കൽ വരണം. ഇപ്പോൾ നിനക്ക് പോകാം എന്നു കടുവായോട് പറയുകയും കടുവ നമ്പിയെയും ഭൈരവൻപിള്ളയെയും നമസ്കരിച്ചിട്ടു പോവുകയും ചെയ്തു. ആ സമയത്ത് ഭൈരവൻപിള്ള, ഇനിയെങ്കിലും എന്നെ വിട്ടേക്കണേ എന്ന് നമ്പിയോടപേക്ഷിച്ചു. നിങ്ങളെ അത്ര എളുപ്പത്തിൽ വിട്ടേക്കുകയില്ല എന്നു നമ്പി അപ്പോഴും മറുപടി പറഞ്ഞു. അതിനുശേഷം നമ്പി കുളിയും നിത്യകർമാനുഷ്ഠാനാദികളും അത്താഴവും കഴിക്കുകയും ഭൈരവൻപിള്ളയെ ഊണു കഴിപ്പിക്കുകയും ചെയ്തിട്ട് അവർ 2 പേരും ഒരു മുറിക്കകത്തു ചെന്നുകിടന്നു. അപ്പോൾ ഭൈരവൻപിള്ള ചോദിച്ചു, എന്നെ വെറുതെ ഇങ്ങനെ താമസിപ്പിക്കുന്നതെന്തിനാണ്? വിട്ടേക്കുന്നതിന് എന്താണ് വിരോധം എന്ന് ചോദിച്ചു. നമ്പി പറഞ്ഞു, വിരോധമൊന്നുമില്ല, കുറച്ചു ദിവസം ഇവിടെ താമസിച്ചിട്ട് വിട്ടേച്ചേക്കാം. ഭൈരവൻപിള്ള പറഞ്ഞു, ഇനിയും കുറച്ചു ദിവസം കൂടി എന്നെ ഇവിടെ താമസിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന പക്ഷം എനിക്കൊരാഗ്രഹമുണ്ട്, അതുകൂടി സാധിപ്പിച്ചു തന്നാൽ കൊള്ളാം. നമ്പി ചോദിച്ചു, ആഗ്രഹമെന്താണ്? ഭൈരവൻപിള്ള പറഞ്ഞു, നിങ്ങളിൽ നിന്ന് കുറച്ചു മന്ത്രവാദം പഠിച്ചാൽ കൊള്ളാമെന്നാണ് എന്റെ ആഗ്രഹം. നമ്പി പറഞ്ഞു, നിങ്ങൾ എന്നെക്കാൾ വലിയ മന്ത്രവാദിയും ശാസ്ത്രജ്ഞനുമാണെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് 2 ദോഷങ്ങളുണ്ട്. അവ രണ്ടും ഉപേക്ഷിച്ചാൽ പിന്നെ നിങ്ങളെപ്പോലെ യോഗ്യനായ ഒരു മന്ത്രവാദി ലോകത്തിൽ വേറെ ഉണ്ടായിരിക്കയില്ല. ഭൈരവൻപിള്ള ചോദിച്ചു, ആ ദോഷങ്ങൾ എന്തെല്ലാമാണ്?